ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു Edutact Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് 9 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി കണ്ടിരുന്നു. നമുക്ക് അയോണിക് ബോണ്ടിനെ പറ്റി പഠിക്കാം. എക്സാമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്യാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl, സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്തത്. ദെൻ സോഡിയം Na, ഇതിൻ്റെ അറ്റോമിക് നമ്പർ 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു, 2, 8, 1. ദെൻ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലാത്തത് കൊണ്ട് ദേ ആർ നോട്ട് സ്റ്റേബിൾ. ഇനി സ്റ്റേബിൾ ആകാൻ എന്ത് ചെയ്യണം? അവ കോമ്പൗണ്ട് ഫോം ചെയ്യും. കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ക്ലോറിനിലേക്ക് വരും. അത് എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 അല്ലേ? അപ്പോൾ 7 ഇലക്ട്രോൺസ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ക്ലോറിന് 1 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകും. സോഡിയത്തിന് 7 ഇലക്ട്രോൺസ് വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോൾ രണ്ടും സ്റ്റേബിൾ ആകും. അപ്പോൾ സോഡിയത്തിനൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി, Na+. ക്ലോറിന് ഒരു ഇലക്ട്രോണിന് കിട്ടിയപ്പോൾ അത് Cl- ആയി. അതായത് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിനേക്ക് പോയപ്പോൾ അത് എന്തായി? സോഡിയം അയോണായി. സോഡിയം Na+ അയോണായി. ഇനി സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇലക്ട്രോൺ ഇല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ല. പോസിറ്റീവ് ചാർജ് അതിന് കിട്ടി. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ കിട്ടുന്നതാണ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ കിട്ടുമ്പോൾ ലഭിക്കുന്നതാണ് നെഗറ്റീവ് ചാർജ്. ക്ലോറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് കിട്ടി, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പോസിറ്റീവ് ചാർജ് കിട്ടിയ അയോണിന് പറയുന്ന കാറ്റയോൺ എന്നും, ഇലക്ട്രോൺ ലഭിച്ച നെഗറ്റീവ് ചാർജ് ലഭിച്ച അയോണിന് പറയുന്ന ആനയോൺ എന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ മനസ്സിലാവും, സോഡിയത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടി, അത് കാറ്റയോൺ. ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടി, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ അങ്ങനെ ആനയോൺ ഫോം ചെയ്തു. ഇനി നമുക്ക് ബോർ മോഡൽ വെച്ച് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ സോഡിയം ആണ്, സെക്കൻഡ് വൺ ക്ലോറിൻ. ഇനി ഇതിൽ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം, സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഏതാണ്? K ഷെല്ല്. അതിൽ 2 ഇലക്ട്രോൺസ് വരും. അതായത് ഇത് K ഷെല്ല്, അതിന് തൊട്ട് പുറമേ ഉള്ളത് L ഷെല്ല്, ഏറ്റവും ബാക്കിലുള്ളത് M ഷെല്ല്. സോ 2 ഇലക്ട്രോൺസ് ഇൻ K ഷെൽ, then 8 electrons in L shell. 4, 5, 6, 7, 8. 8 electrons in L shell. Then M shell 1 electron. Then chlorine കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. അതായത് ക്ലോറിൻ്റെ കേസിലും ഫസ്റ്റ് ഷെല്ല് K ഷെല്ല് 2 ഇലക്ട്രോൺസ്, ഇത് K, then L, M. There are 2 electrons in K shell, 8 electrons in L shell. 1, 2, 3,
4, 5, 6, 7, 8. Then outermost shell, M shell, there are 7 electrons. 1, 2, 3, 4, 5, 6, 7. These are the Bohr models for sodium and chlorine. Then sodium chloride ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കാം. അതായത് ഇത് ബോർ മോഡലാണ്. ഓരോന്നിനും സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും നമ്മൾ ബോർ മോഡൽ വരച്ചിട്ടുണ്ട്. ഇനി സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് നമ്മൾ കണ്ടു. സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് പോയി. ഇനി ഇത് സോഡിയം ക്ലോറൈഡിൻ്റെ ഫോം ചെയ്തതിന് ശേഷമുള്ള സ്ട്രക്ചറാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. സ്ക്വയർ ബോക്സിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കെ ഷെൽ, എൽ ഷെൽ. എം ഷെൽ ഉണ്ടോ? എം ഷെല്ലില്ല. എം ഷെല്ലിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു സോഡിയത്തിന്. സോ കെയും എല്ലും ഷെല്ലും മാത്രമേ ഉള്ളൂ സോഡിയത്തിന്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. ദെൻ എൽ ഷെല്ല്, അതായത് എം ഷെല്ലൊന്നുമില്ല, അതുകൊണ്ട് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അതുപോലെ തന്നെയുണ്ട്. എം ഷെല്ലിൽ നിന്ന് മാത്രമാണ് ഇലക്ട്രോൺ പോയുള്ളൂ, ട്രാൻസ്ഫർ ചെയ്തോളൂ. സോ സോഡിയത്തിന് 1 ഇലക്ട്രോൺ, അതായത് എം ഷെല്ലിൽ നിന്ന് സോഡിയത്തിന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചാർജ് കിട്ടും? സോഡിയത്തിന് നമ്മൾ കണ്ടു, സോഡിയത്തിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോഴാണ് അത് പോസിറ്റീവ് ചാർജ് ആയത്. ഇനി ക്ലോറിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? ക്ലോറിൻ്റെ കേസിൽ 1 ഇലക്ട്രോൺ അതിന് കിട്ടി. ദെൻ എൽ ഷെല്ലും കെ ഷെല്ലും എൽ ഷെല്ലും ഒരേപോലെ തന്നെ. കെ ഷെൽ, എൽ ഷെൽ, ദെൻ എം ഷെൽ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ഇൻ കെ ഷെൽ, ദെൻ 8 ഇലക്ട്രോൺസ് ഇൻ എൽ ഷെൽ. 1, 2, 3, 4, 5, 6, 7, 8. ദെൻ എം ഷെല്ലിൽ എന്താണ് മാറ്റമുള്ളത്? എം ഷെല്ലിൽ ആദ്യം എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു ക്ലോറിന്? സോഡിയത്തിന് വെച്ച് നോക്കുമ്പോൾ എം ഷെല്ല് കൂടി ഉണ്ട് ക്ലോറിന്. അവിടെ 7 ഇലക്ട്രോൺസ് ആയിരുന്നു, ഇപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എം ഷെല്ലിലെ ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യാം. 1, 2, ദെൻ 3, 4, 5, 6, 7, 8. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ക്ലോറിന് കിട്ടി. അതായത് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അതിന് എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. നെഗറ്റീവ് ചാർജ്. സോഡിയത്തിന് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ അത് Na+ എന്നായി. ദെൻ ക്ലോറിന് ഇലക്ട്രോൺ ഒരെണ്ണം കിട്ടി, ഇപ്പോൾ നെഗറ്റീവ് ചാർജായി. Na+ Cl- എന്നല്ല നമ്മൾ ആ കോമ്പൗണ്ട് എഴുതുക, ശരിക്കും NaCl എന്ന് എഴുതുക. Then arrangement of electrons before and after the chemical reaction during the formation of sodium chloride. സോഡിയത്തിനും ക്ലോറിനും എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് നമുക്ക് നോക്കാം. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിന് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ എന്തായിരുന്നു? 2, 8, 1. ഇത് നമ്മൾ കണ്ടതാണ്. ദെൻ ആഫ്റ്റർ എന്തായിരുന്നു? 2, 8 ആയി. കാരണം 1 ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ക്ലോറിൻ്റെ കേസിൽ എങ്ങനെയാണ്? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 2, 8, 7 ആയിരുന്നു. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 2, 8, 8. ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് അതിന് ലഭിച്ചു. അതുകൊണ്ട് ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോഡിയത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയായിരുന്നു? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 11 ആയിരുന്നു. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 10 ആണ്. 1 ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട്. ദെൻ ക്ലോറിൻ്റെ കേസിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 17 ആയിരുന്നു. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 18 ആയി. ഒരു ഇലക്ട്രോൺ സോഡിയത്തിന് ലഭിച്ചു. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ചേഞ്ച് ഒന്നും വന്നില്ല. ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്തോളൂ. പ്രോട്ടോൺ 11 തന്നെയാണ് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ. ദെൻ ആഫ്റ്ററും 11 തന്നെയാണ്. ദെൻ ക്ലോറിൻ്റെ കേസിൽ 17 ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ബിഫോർ കെമിക്കൽ റിയാക്ഷനും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും 17 തന്നെയാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ മാത്രമേ നടന്നുള്ളൂ. ദെൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ സോഡിയത്തിന് ചാർജ് 0 ആയിരുന്നു. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ +1 കിട്ടി. Na+ എന്നല്ലേ നമ്മൾ എഴുതിയത്. ദെൻ ക്ലോറിൻ്റെ കേസിൽ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 0 ആയിരുന്നു ചാർജ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ Cl- എന്നായാലോ, അതായത് ഒരു നെഗറ്റീവ് ചാർജ് അതിന് കിട്ടി.
അതുകൊണ്ട് -1. These are the arrangement of electrons before and after the chemical reaction during the formation of sodium chloride. ഇനി നമ്മൾ കണ്ടിരുന്നു സോഡിയം പ്ലസ് കാറ്റോണും Cl- ആനയോണും എന്ന് കണ്ടിരുന്നു. അതായത് സോഡിയത്തിന് എന്ത് ചേഞ്ചാണ് വന്നത്? സോഡിയം Na++1 ഇലക്ട്രോൺ, അതായത് ഒരു 1 ഇലക്ട്രോൺ റിമൂവ് ആയപ്പോൾ Na+ എന്നായി. ക്ലോറിന് 1 ഇലക്ട്രോൺ ലഭിച്ചു. സോഡിയത്തിൽ നിന്ന് പോയ ഇലക്ട്രോണാണ് ക്ലോറിന് ലഭിച്ചത്. ദെൻ Cl- എന്നായി. അപ്പോൾ സോഡിയത്തിന് Na+ എന്ന് ചാർജ് ലഭിച്ചപ്പോൾ അത് കാറ്റയോണും, ക്ലോറിനൊരു ഇലക്ട്രോൺ ലഭിച്ച് Cl- ആയപ്പോൾ അത് ആനയോണുമാണ്. അതായത് Na+ഉം Cl- കമ്പൈൻ ചെയ്ത് എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്തു? NaCl. അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. സോഡിയത്തിൽ നിന്നൊരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നു, ക്ലോറിനൊരു ഇലക്ട്രോൺ ലഭിക്കുന്നു, സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ദെൻ Na+ഉം Cl- എന്ന് പറഞ്ഞ 2 ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ. സോ ദർസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് അയോൺസിൻ്റെ കേസിൽ കാറ്റോണും ആനോണും തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ this type of compounds are known as ionic compounds, and the bond between them is known as ionic bond. അതായത് Na+ഉം ഒരു ഇലക്ട്രോൺ റിമൂവ് ആയപ്പോൾ Na+ ആയി, ക്ലോറിന് ഒരു ഇലക്ട്രോൺ ലഭിച്ചപ്പോൾ Cl- ആയി. അത് രണ്ടും കമ്പൈൻ ചെയ്തു. അവ തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അവ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ബോണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അയോണിക് ബോണ്ടിങ്. So ionic bond is a chemical bond formed by electron transfer. ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴാണല്ലോ അവ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തത്. സോ അയോണിക് ബോണ്ട് is a chemical bond formed by electron transfer. Then another example 2, that is magnesium oxide. നമുക്ക് കൺസിഡർ ചെയ്യാം വേറൊരു അയണിക് കോമ്പൗണ്ട്. അതിലെങ്ങനെയാണെന്ന് നോക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് MgO. ഇതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അയണിക് ബോണ്ട്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അത് സെക്കൻഡ് വൺ ആണ് മഗ്നീഷ്യം ഓക്സൈഡ്. ദെൻ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. ദെൻ ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 8 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6. ഇവിടെയും ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലാത്തത് കൊണ്ട് ദേ ആർ നോട്ട് സ്റ്റേബിൾ. സോ ദേ വിൽ ഫോം കോമ്പൗണ്ട്സ്. ഇവിടെ മഗ്നീഷ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ഓക്സിജന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. ഇവിടെ ഓക്സിജനിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് 2 ഇലക്ട്രോൺസും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകും. സോ ഇലക്ട്രോൺസ് വിൽ ട്രാൻസ്ഫർ ഫ്രം magnesium to oxygen. We can write magnesium. The outermost electrons are represented by dots like this. Mg എന്നിട്ട് 2 ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യാം. പ്ലസ് ഓക്സിജൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിന് നമുക്ക് ഡോട്ട്സ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്സിജൻ there are 6 electrons, so we can represent like this 6 electrons. Then 2 electrons from these 2 electrons from magnesium that will transfer to oxygen like this. അതായത് മഗ്നീഷ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. സോ മഗ്നീഷ്യം വിൽ ഗെറ്റ് പോസിറ്റീവ് 2 ചാർജ്. അത് 2 ഇലക്ട്രോൺസാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് 2+. സോഡിയത്തിൻ്റെ കേസിൽ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുള്ളൂ. അതുകൊണ്ടാണ് Na+ നമ്മൾ എഴുതിയത്. ഇവിടെ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് Mg2+. ദെൻ ഓക്സിജന് 2 ഇലക്ട്രോൺസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ്റെ ചാർജ് എന്താവും? O2-. 2 ഇലക്ട്രോണിന് കിട്ടിയപ്പോൾ 2-, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ 2+. സോ മഗ്നീഷ്യം 2+ പ്ലസ് O2-. അതായത് 2 ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്.
മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതായത് മഗ്നീഷ്യത്തിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി Mg2+ പ്ലസ് 2 ഇലക്ട്രോൺസ് ആവുന്നു. Mg2+ എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിന് കിട്ടിയ ചാർജ് പ്ലസ് നഷ്ടപ്പെട്ട 2 ഇലക്ട്രോൺസ്. ഈ 2 ഇലക്ട്രോൺസിനെ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്സിജന് എന്ത് ചാർജ് ലഭിക്കും? 2 ഇലക്ട്രോൺസിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ O2-. Then these Mg2+ and O2-. ഇത് 2 ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, അവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി മഗ്നീഷ്യം കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് റിയാക്ഷൻസ് എന്ന് പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻസ്. അതായത് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 282 ആയിരുന്നു. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടപ്പോൾ 28 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ ഓക്സിജൻ്റെ കേസിൽ എങ്ങനെയാണ്? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? 2-6. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 2 ഇലക്ട്രോൺസ് മഗ്നീഷ്യത്തിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം 2-8. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. സോ ഹിയർ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? പോസിറ്റീവ് ചാർജ് കിട്ടിയത്, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതല്ലേ കാറ്റയോൺ. ദെൻ ആനയോൺ O2-. കാറ്റയോൺ Mg2+, ആനയോൺ O2-. So there is a force of attraction between these cation and anion, that is electrostatic force of attraction, and the bond between them Mg2+ and O2- is ionic bond, and this MgO is an example for ionic compound because ionic bond is present in that compound due to the electrostatic force of attraction between magnesium 2+ and O2-. മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ആ ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ തേർഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. വേറൊരു അയണിക് കോമ്പൗണ്ട്, സോഡിയം ക്ലോറൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ കണ്ടു. ദെൻ സോഡിയം ഓക്സൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. സോഡിയം ഓക്സൈഡ്, അപ്പോൾ അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതാം. NaO എന്നുള്ളത്. അതിൻ്റെ ഫോർമുല കറക്റ്റാണോ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. ദെൻ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ദെൻ ഓക്സിജൻ നമ്മൾ കണ്ടു 8, അറ്റോമിക് നമ്പർ 26 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ ദേ ആർ നോട്ട് സ്റ്റേബിൾ ബിക്കോസ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. ഇവിടെ എങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും? ഓക്സിജനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക ഇലക്ട്രോൺസ്. ഓക്സിജന് പക്ഷേ 6 ഇലക്ട്രോൺ ഉള്ളൂ, 2 ഇലക്ട്രോൺസ് വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ. ഇവിടെ ഒരു സോഡിയം ഉള്ളൂ, ഒരു സോഡിയത്തിന് 1 ഇലക്ട്രോണിനെ നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. സോഡിയം ഓക്സിജനും കമ്പൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. സോഡിയം നമ്മൾ എഴുതുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ, അത് ഡോട്ട് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്സിജന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസിനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ദെൻ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 6 ഇലക്ട്രോൺസ് വേണം. 6 ഇലക്ട്രോൺ ഉള്ളൂ, 2 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ ഒരു സോഡിയം ഉള്ളൂ, ഒരു സോഡിയം കൂടെ ഉണ്ടെങ്കിലല്ലേ ഓക്സിജന് 2 ഇലക്ട്രോൺസിനെ കിട്ടി ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഒരു സോഡിയത്തിന് 1 ഇലക്ട്രോണിനല്ലേ നൽകാൻ പറ്റുള്ളൂ. ഓക്സിജന് 2 ഇലക്ട്രോൺസ് വേണം താനും. അപ്പോൾ ഇവിടെ 2 സോഡിയമാണ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അത് ഫോർമുല, സോഡിയം ഓക്സൈഡിൻ്റെ ഫോർമുല അപ്പോൾ എന്താണ്? Na2O ആണ്. അപ്പോൾ നിങ്ങൾ ഫോർമുല കൂടി എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോർമുല ഇപ്പോൾ കറക്റ്റായിട്ട് എഴുതിയത്. ദെൻ 2 സോഡിയത്തിൽ നിന്നും ഓരോ ഇലക്ട്രോൺ വീതം ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓരോ സോഡിയത്തിനും 1 ഇലക്ട്രോണിനാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സോഡിയം ഉണ്ടെങ്കിലാണ് ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. സോ വി ക്യാൻ റൈറ്റ്, ഇവിടെ 2 സോഡിയം ഉണ്ടല്ലോ,
ഓരോ സോഡിയത്തിനും Na+ അല്ലേ ലഭിക്കുക ഒരു ഇലക്ട്രോൺ വെച്ച് പോകുമ്പോൾ. സോ 2Na+, 2 സോഡിയം അയോൺസ് ഉണ്ട്, പ്ലസ് O2-. 2Na+ എങ്ങനെയാണ് വന്നത്? 2 സോഡിയം ഉണ്ട് കെമിക്കൽ റിയാക്ഷനിൽ, എങ്കിലാണ് ഓക്സിജന് 2 ഇലക്ട്രോൺസ് ലഭിക്കുകയുള്ളൂ. സോ 2Na+. സോ ദ ഫോർമുല ഓഫ് സോഡിയം ഓക്സൈഡ് ഈസ് Na2O. അതാണ് സോഡിയം ഓക്സൈഡ് എന്ന് പറയുന്നത്, Na2O. എങ്ങനെയാണ് Na2O എന്നുള്ള ഫോർമുല വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. Na2O സോഡിയം ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കോമ്പൗണ്ട്സ് കണ്ടു? സോഡിയം ക്ലോറൈഡ് കണ്ടു ഫോർമേഷൻ, ദെൻ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഫോർമേഷൻ കണ്ടു, ദെൻ സോഡിയം ഓക്സൈഡ് Na2Oയുടെ ഫോർമേഷൻ കണ്ടു. ഇതിലെല്ലാം ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ്. സോ ദ ബോണ്ട് ബിറ്റ്വീൻ ദം, the bond present in these compounds is ionic bond, and these compounds are known as ionic compounds. ionic bond വഴിയാണ് ഇതിൽ, ഈ കോമ്പൗണ്ടിലെല്ലാം ionic bond ആണ് ഉള്ളത്. so these compounds are known as ionic compounds. Then we can define ionic compounds. The compounds formed by ionic bond. The compounds formed by ionic bonding are called ionic compounds. Then these compounds are formed by ionic bonding. ionic bonding എങ്ങനെയാണ് occur ചെയ്യുന്നത്? by electron transferring from one atom to another atom. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ബോണ്ട് ഡിസ്കസ് ചെയ്യും, ദാറ്റ് ഈസ് കോവാലൻ്റ് ബോണ്ട്.